സാറ് മുന്നേ മിലിറ്ററിയിലായിരുന്നു അല്ലേ? അതെ, ഞാനൊരു 20 വർഷം സർവീസ് ചെയ്തിട്ട് 2009 നാട്ടിൽ വന്നതാണ്. ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത മെക്സോ എന്ന് പറഞ്ഞാൽ മൾട്ടി എക്സസ് കോമ്പിനേഷൻ. നിങ്ങളറിയാൻ നിങ്ങളുടെ ബോഡിക്ക് 1750 തരം ബോഡി മൂവ്മെന്റ്സ് കിട്ടുന്നതാണ്. കാലിന്റെ മുട്ടുവേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഈ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് കംപ്ലീറ്റ് മാറി. എത്ര ദിവസം കൊണ്ടാണ് മാറിയിട്ടുള്ളത്? അതിപ്പോ ഞാൻ വന്ന് 2 ആഴ്ച ചെയ്തപ്പോ തന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, എനിക്ക് വളരെ കാലങ്ങളായിട്ട് ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചെസ്റ്റിന് ഇങ്ങനെ ഒരു വേദന വന്നിരുന്നു. ഇവിടെ വന്ന് കുറെ കാർഡിയോളജിസ്റ്റിനും ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. ഇതൊക്കെ ഇങ്ങനെ മരുന്ന് എഴുതാനുള്ള, പക്ഷെ എനിക്ക് അതിനൊരു റിലാക്സേഷൻ വന്നില്ല. ഇത് വന്നതിന് ശേഷം പിന്നെ എനിക്ക് ആ സംബന്ധം ഉണ്ടായി. ഷുഗർ ഇപ്പൊ ചെക്ക് ചെയ്ത് ഫാസ്റ്റിങ്ങിന് 200 ഉണ്ടായിരുന്നു. 2 നേരം ഗുളിക കഴിച്ച് അത് 168 പിന്നെ ഒരു നേരമാക്കിയത് 145. ഇപ്പൊ മരുന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നവിടുന്ന് ഈ ക്ലാസ്സിന് വന്നവിടുന്ന് ഇങ്ങോട്ട് ഇപ്പൊ മരുന്നിന്റെ ആവശ്യമില്ല. സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കടുങ്ങപുരം സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ആരോഗ്യമാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം. മാക്സ് 7 എന്ന പ്രോഗ്രാം 35 വയസ്സ് മുതൽ ഏകദേശം 75 വയസ്സുള്ള ആൾക്കാർ വ്യായാമം ചെയ്യാൻ വന്നിട്ടുണ്ട്. വ്യായാമം എന്ന് പറഞ്ഞാൽ 5 പൈസ ഇല്ലാതെ, പൈസക്ക് ചിലവില്ല, ജിമ്മിന് പോകും വേണ്ട, ഡെയിലി രാവിലെ വ്യായാമത്തിൽ കൂടെ നമ്മൾ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു കേട്ടോ. ഈ വീഡിയോ ദയവ് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ വെച്ചാൽ ഇന്ത്യൻ മിലിറ്ററിയിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സലാവുദ്ദീൻ സാറ്. 10 വർഷം ഇതിൻ്റെ ട്രെയിനിങ് ഈ യോഗ പരിശീലിച്ചിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ യോഗ പരിശീലനം അതുപോലത്തെ വ്യായാമ പരിശീലനം ചെയ്തു കൊടുക്കുന്നത്. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് ശ്രീ MLA മഞ്ഞളാംകുഴി അലി സാറായിരുന്നു. അസ്സലാമു അലൈക്കും. ഇത് നമ്മുടെ മൻസൂർ ഭായ് ഏകദേശം ഇതിൽ എത്ര മാസമായി ഇപ്പൊ ജോയിൻ ചെയ്തിട്ട്? ഞാൻ ഇത് ഏകദേശം 2 മാസത്തോളമായി ഏകദേശം ഇവിടെ കടുങ്ങപുരത്ത് ഇത് ലോഞ്ച് ചെയ്തിട്ട്. സംഭവം അന്ന് മുതൽ 2-3 ക്ലാസ് അല്ലാത്ത എല്ലാ ക്ലാസ്സും പങ്കെടുത്ത് നമ്മൾ ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് ടൈമിൽ ജിമ്മിന് പോയിട്ടുണ്ട്, കരാട്ടയ്ക്ക് പോയിട്ടുണ്ട്. അതെല്ലാം പോയി കുറച്ച് കാലത്തിനുള്ളിൽ എനിക്ക് നിർത്തേണ്ടി വരികയാണ്. ഇതിൽ വന്ന ഈ എക്സസൈസ് മുറ ശീലിച്ച് കണ്ടിന്യൂ ചെയ്യാൻ പിന്നെ എനിക്ക് താല്പര്യം ഓരോ ദിവസം കൂടി വരികയാണ്. കുട്ടികൾക്ക് മുതൽ പ്രായം ചെന്നവർക്ക് പറ്റുന്ന സാധാരണ ഉള്ളൊരു എക്സസൈസുകൾ മാത്രമേ ഉള്ളൂ. ഈ എക്സസൈസിന്റെ ഗുണം കൊണ്ട് തന്നെ 1700 പരം നാഡീഞരമ്പുകൾക്ക് ചലനം സംഭവിക്കുന്നുണ്ട്. അത് സയന്റിഫിക് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മളെ ക്യാപ്റ്റൻ സലാവുദ്ദീൻ സാറ് അത് പ്രൂവ് ചെയ്ത് അതിനെക്കുറിച്ച് ക്ലാസ്സും കാര്യങ്ങളും എടുത്തു തന്നിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ആണുങ്ങൾ പിന്നെയും പല എക്സസൈസുകളും ഇവിടെ ചെയ്യലുണ്ട്. പക്ഷേ ഈ ലേഡീസ് വിങ്ങിൽ 50 to 60 ഉള്ളിൽ ഇന്നിപ്പോ നമ്മൾ കണ്ടല്ലോ ഇവിടെ ഏകദേശം 100 സ്ത്രീകൾ ഇന്ന് വന്നു. ഇത് റെഗുലറായിട്ട് വരുന്നുണ്ട് കാര്യങ്ങൾ. അതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ചാൽ ഈ എക്സസൈസ് കൊണ്ട് എല്ലാവരുടെ ശരീരത്തിനും ഗുണമുണ്ട്. ഞാൻ വരുന്ന സമയത്തും എനിക്ക് പിന്നെ ഷുഗർ അങ്ങനെ പോലത്തെ പിന്നെ ചെറിയ പ്രഷർ കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഉണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ദിവസം എനിക്ക് കടന്നുറങ്ങുന്ന സമയം സിറ്റുവേഷൻ വന്നാൽ പിറ്റേ ദിവസം ഭയങ്കര ഇതാണ്, ഇതിന് വന്നില്ലെങ്കിൽ ഫീലിംഗ് ആണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ട് ഇത്രയും പിന്നെ 50-51 ശാഖകളായിട്ട് ഇത് പിരിഞ്ഞതും ഓരോരുത്തരും 2 കൈ നീട്ടി സ്വീകരിക്കുന്നുമുണ്ട് ഈ സംഭവം. അപ്പൊ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു തലമുറക്കും അറിയാത്തവർക്കും കൈമാറുക. ഇതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് വളരെയധികം നല്ലൊരു അസറ്റാണ്. 74 വയസ്സായിട്ടുള്ള നമ്മളൊരു ഉപ്പുണ്ട്, മുഹമ്മദ് ആക്കല്ലേ. കാൽമുട്ടിനും കുറഞ്ഞു. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതൊരു മുഹമ്മദ് ആക്കിയാണ്. നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. എത്ര മാസമായി ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തിട്ട്? ഇതിൽ ആദ്യമായിട്ട് ഞാൻ നമ്മളെ സലാവുദ്ദീൻ സാറിന് അതുപോലെ നമ്മളെ ജമാൽ പരവക്കലിന് നന്ദി പറയാം. അവരാണ് ഈ മാക്സ് 7 കടുങ്ങപുരത്ത് കൊണ്ടുവന്നത്. ഇത് തുടക്കം മുതൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു 2-3 കാര്യങ്ങൾ എനിക്ക് അതിൽ ഗുണം കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ജോയിന്റ് പെയിനുകൾ അതില്ലാതായി. അത് എല്ലാവർക്കും വരുന്നതാണ്. നമ്മളെ ഈ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോ ഇരിക്കുമ്പോ കാല് നീട്ടുക, തരിപ്പ്, ഇങ്ങനെ ഇത് മാറി കിട്ടി. രണ്ടാമത്തെ ഈ അസിഡിറ്റി, ഈ പ്രശ്നം ഞാൻ ഒരു ഗുളിക ഡെയിലി കുടിച്ചിരുന്നു. ഇപ്പൊ ആ ഗുളിക നിർത്തി, കംപ്ലീറ്റ് സ്റ്റോപ്പായി. ഇതിന് ശേഷം കംപ്ലീറ്റ് സ്റ്റോപ്പായി. ഭക്ഷണത്തിൽ കൺട്രോൾ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് മാറി കിട്ടി. അതിന്റെ നല്ലൊരു ഒരു പിന്നെ മരുന്ന് ഒഴിവാക്കിയിട്ട് നമ്മള് സൂചന. പിന്നെ നമ്മളെ ഈ കണ്ണിനുള്ള ഒരു ചെറിയ മാറ്റം വന്നു. അതായത് നമ്മള്
പിന്നെ ഏജ് ഒരു 40 ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ ഫേസ് മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മളെ ഈ കണ്ണിന്റെ ഈ കാഴ്ച നിലനിർത്താൻ കഴിയുന്നുണ്ട് ആ ചൂടിലൂടെ. അതിപ്പോ നമുക്ക് എങ്ങനെ കാഴ്ച കൂടി വരുന്നുണ്ട്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ എന്റെ അനുഭവത്തിൽ. രണ്ടുപേരും ഷിയാബ്. 47 വയസ്സ്. ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ബാക്ക് പെയിന്, രണ്ടാമത് ഈ നീർക്കെട്ട്, അതുമാതിരി നെഞ്ചരിച്ചിന് കൂടുതലായിരുന്നു രാത്രി കിടക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ ഈ എക്സസൈസ് വന്നതോടുകൂടി നമ്മുടെ ജമാൽ സാഹിബാണ് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്, കോർഡിനേറ്റർ. ഒരു ദിവസം നേരത്തെ എത്താനുള്ള ഒരു ആഗ്രഹം വരാം. കാരണം അത്രയും ഒരു പൊതുവെ വ്യായാമത്തിന്റെ പ്രശ്നം തന്നെ. നമ്മളെ നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. നടക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് സിന്തറ്റിക് ട്രാക്ക് വരേണ്ട, സൈക്ലിങ്ങിനും അതുപോലെ തന്നെ നടക്കാൻ നമ്മുടെ നാട്ടിലുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. പിന്നെ എന്ത് ധൈര്യത്തിലാണ് രാവിലെ നമ്മൾ ഒരു റോഡിൽ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോവുക, അല്ലെങ്കിൽ നായ്ക്കള് അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു അഡ്രസ് ഉണ്ടാവില്ല. എന്താ അറിയോ, രാവിലെ 6 മണിക്ക് വന്ന് സുബൈക്ക് ശേഷം ഇവിടെ വന്ന് 6:30 വരെ നടന്ന് 6 to 7 മണിക്കുള്ള ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്ന് കിട്ടുന്ന എനർജി ജീവിതത്തിൽ കിട്ടൂല. അത്രയും ഹാപ്പിയാണ്. ഒരുപാട് മൈൻഡ് റിലാക്സ് ആവും. ഇതൊക്കെ എങ്ങനെ വെച്ചാൽ എണീക്കും, അവിടെ തന്നെ കിടക്കും, പിന്നെ 9 മണിയാവും 10 മണിയാവും. അതങ്ങനെ ദിവസം ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരം വഴങ്ങി. ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിനുമായി സഹകരിച്ച ഇപ്പൊ സലാഹുദ്ദീൻ സാറിന്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാല് ഒരു നന്മയിലൂടെ ഒരു സമൂഹത്തിൽ വാർത്തെടുക്കുന്നത്. യുവതലമുറക്ക് ഇതൊരു നല്ലൊരു സംവിധാനം. മുഹമ്മദ് വടക്കാത്തോട്, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോ അതിന് മാറാരോഗ്യമൊന്നുമല്ല, എന്നിരുന്നാലും എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹോട്ടൽ പണ്ടാരിയായിരുന്നു. അതായത് ആദ്യം കന്നൂട്ടുകാരനായിരുന്നു കുറെ കാലം. പിന്നെ നാട് വിട്ടതിന് ശേഷം ഞാൻ ബോംബെയിൽ ജീവിച്ചു കുറെ കാലം. പിന്നെ അവിടുന്ന് മാറിയിട്ട് ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ചു. ഞാൻ നാഷണൽ പണ്ടാരി ആയിട്ട് അവിടുന്ന് പാരാമൗണ്ട് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് സെലക്ട് ചെയ്ത് പോയതാ. അവിടെ ചെന്ന് പിന്നെ ഈ ഹോട്ടൽ പണിയെടുത്ത് എനിക്ക് കുറച്ചു കാലമാകുമ്പോ പിന്നെ നമ്മൾക്ക് വിചാരിച്ച ടൈമിന് ഭക്ഷണം കഴിക്കാൻ കൂടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ചുട്ട കോഴി അതും ഇതൊക്കെ തന്നെയുള്ള ആദ്യം ഈ സാധനം എന്താന്ന് പോലും എനിക്കറിയാത്ത മനുഷ്യനാണ്. അപ്പൊ അതും തിന്ന് ഈ റൊട്ടിയും തിന്നതിനെ ഞാൻ ചുരുക്കി പറഞ്ഞ 24 വർഷം അവിടെ ജീവിച്ചതിന് തിരിച്ചു പോയിരുന്നു. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഞാൻ തൂക്കുമ്പോൾ 98 കിലോ ആയിരുന്നു. അതിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ട് കുറക്കാൻ കുറെ കൈക്കോട്ട് പണി ഇതൊക്കെ എടുത്തു നോക്കി, ഇപ്പൊ രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ പിന്നെ നടത്തം തുടങ്ങി. 6 വർഷമായിട്ട് ഞാൻ നിരന്തരം നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ നടത്തത്തിന് ശേഷം കുറച്ചൊരു വ്യത്യാസം വന്നെങ്കിലും ഞാനൊരു 90ന്റെ അടുത്ത് വന്നു. ഇപ്പൊ ഞാൻ 80, പിന്നെ എന്നിട്ട് അതിന് ശേഷം വീണ്ടും നടന്നതിന് ഇപ്പൊ ഞാന് ഭക്ഷണം ഒന്ന് കുറച്ചു പോകുന്നതിന് ശേഷം ഞാൻ 86 കിലോത്തുമ്പോ നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഈ യോഗ തുടങ്ങിയതിന് ശേഷം 2 മാസം തുടങ്ങിയതിന് ശേഷം 2 കിലോ വീണ്ടും കുറഞ്ഞു. ഇപ്പൊ ഞാൻ 83 കിലോ ഉണ്ട്. ജസ്റ്റ് ഒരു 83 കിലോ ഉണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് പറയാൻ എല്ലാ നിലയിലും ആരോഗ്യ നിലയിലും ഞാൻ വളരെ തൃപ്തനാണ്. ഇപ്പൊ എനിക്ക് 72 വയസ്സായി. 72 വയസ്സായി എനിക്ക്. പല്ലിന് ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പ്രശ്നമല്ല. എന്നാൽ ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തനാണ്. കൊണ്ടുപോവില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിയിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. ഇതൊരു വലിയൊരു മഹാധനാണ്. അത്രയും വലിയൊരു വിദ്യയാണ് അവർ. ഇത് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന യാതൊരു സംശയവും. കാരണം കുറെ ആളുകൾ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. പോകാത്ത ആളുകളും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോഴേ ആളുകൾ ശരിക്കും അതിലേക്ക് വരുള്ളൂ. ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ സാഹചര്യമാണ് ശരിക്കും ഈ കടങ്ങപുരത്തിന്റെ മുറ്റത്ത് ഒരുങ്ങിയിട്ടുള്ളത്. ഞാനിവിടെ പിന്നെ അറബി അധ്യാപകനാണ്. ഞാൻ പണ്ടേ ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഉള്ള ഒരാളാണ്. എന്ത് സ്പിരിറ്റ് ഉണ്ടായാലും നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ഇതിന്റെ എക്സസൈസിന്റെ വീഡിയോ കിട്ടിയാലും നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം എന്ത് ചെയ്യൂല, മടിയാണ്, അത് നടക്കൂല. 1-2 ദിവസം നടക്കും, പിന്നത് അറിഞ്ഞപ്പോ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ പ്രദേശത്തിനടുത്തുള്ള അധ്യാപകരും ഉണ്ട്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരണം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഒരു അധ്യാപകനായിട്ട് ഞാൻ മാത്രമാണ് ഇപ്പൊ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ വന്നപ്പോഴേ ഒരു അധ്യാപകനാണല്ലോ, അധ്യാപകരുടെ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ടേബിൾഡ് ആണ്. 7 പീരീഡ്, എനിക്ക് കറക്റ്റ് 40 ഹവർ. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയത് ഈ ടൈമിങ് അത് വളരെ പറയാൻ പറ്റാത്ത അത്ര ഒരു സംഗതിയാണ് ഇവിടുത്തെ ടൈമിങ്. കാരണം 6:27 ഇങ്ങനെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ 6:30 കറക്റ്റ് വിസിലടിക്കും. 7:05 ഒരാൾ ഇവിടെ വന്നാൽ ഇവിടെ എക്സസൈസ് നടക്കണില്ല, കഴിഞ്ഞു. 7 മണിക്ക് തീർന്നു. 6:30 to 7 മണി ആ കറക്റ്റ് അരമണിക്കൂർ സമയത്ത് ടൈം ബൗണ്ടാണ്. അത് ഇവിടെ പങ്കെടുക്കുന്ന പലരും ഇപ്പൊ ഞാൻ
എനിക്കും പല പരിപാടികളുണ്ടാവും. ഓരോ ജോലിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, ലീഡർഷിപ്പ് ഉള്ള സിമെന്റ് മറ്റുള്ള പരിപാടികളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. ഈ ടൈം ബൗണ്ട് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൗണ്ടിൽ പോയാൽ, ഞാൻ ഒളിമ്പിക് ഗ്രൗണ്ടിൽ പോയി എക്സസൈസ് ചെയ്തിരുന്നു. റൗണ്ട് ഓടും, ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കും, പന്ത് കളിക്കും. പക്ഷെ അതിനെന്തില്ല, ഈ ടൈമിംഗ് ഇല്ല. നമുക്ക് ആവശ്യമുള്ള ഇന്ന് ഇറങ്ങിപ്പോരും, ബാക്കിയുള്ളവിടെ കളിക്കും. അതിനെ ഇടയ്ക്ക് നീളും ഇടയ്ക്ക് ചുരുങ്ങൊക്കെ ചെയ്യും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ 6:30 വന്നു കഴിഞ്ഞാൽ 7 മണിക്ക് ആ ഒരു ടൈം ടേബിൾഡ് സിസ്റ്റം, അത് വല്ലാത്തൊരു എനിക്ക് അതാണ് ഏറ്റവും എന്റെ മനസ്സിനെ വല്ലാതെ ഓരോരുത്തർക്കും അട്രാക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ആകർഷിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ആ ടൈം ബൗണ്ട് സിസ്റ്റം. ട്രെയിനേഴ്സ് ആണല്ലേ? എത്ര മാസമായി ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തിട്ട്? 2 മാസം കഴിഞ്ഞു. 2 മാസമായിട്ട്. അപ്പൊ നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ് പറഞ്ഞാൽ നടന്നീന ആളാണ്. പിന്നെ യോഗ മുമ്പൊക്കെ ഡെയിലി നടക്കലുണ്ട്. പിന്നെ ഇതിക്ക് വന്നതിന്റെ ശേഷം പറഞ്ഞാൽ ഒരുപാട് എനർജിയാണ്, കിട്ടില്ല, ഭയങ്കര സന്തോഷാണ് കുറെ ജനങ്ങളെ കാണാൻ. പിന്നെ ട്രെയിനിങ്ങായി നിൽക്കുമ്പോ പിന്നെ നമുക്കൊരു ഉത്തരവാദിത്വം കൂടുതലാണ്, നമുക്ക് മടിയൊന്നും വരൂല. ഇത് നന്നായിട്ട് ഒതുങ്ങി ഇങ്ങനെ ചെയ്ത്. മറ്റേത് നമുക്ക് വേദനയും വരുത്തും പറഞ്ഞിട്ട് മടി ഒന്നാമത് മടിയായിക്കാരം. അപ്പൊ അങ്ങനെ ഭയങ്കര ഉഷാറാണ്. പിന്നെ എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും ഭയങ്കര ആക്റ്റീവാണ്. അവർക്ക് പെണ്ണുങ്ങൾ തന്നെ ട്രെയിനേഴ്സ് ആയപ്പോ ഭയങ്കര ഹാപ്പി. ആണുങ്ങളൊക്കെ ഇല്ലാതെ ഒറ്റക്ക് കുറച്ചൊക്കെ പ്രായമായാലൊക്കെ ഉണ്ട് വരുന്നു. അപ്പൊ അവർക്കൊക്കെ ആണുങ്ങളെ കാണാതെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അപ്പൊ ഇതാണ് നമ്മുടെ സലാഹുദ്ദീൻ സാറ്. സലാഹുദ്ദീൻ സാറാണ് ഇത് ഈ ഒരു സംഭവം ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ള. എത്ര സ്ഥലത്ത് ഇതേപോലെ ആൾക്കാർക്ക് നിങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്? ഏകദേശം 58 സ്ഥലത്ത് നമ്മൾ മലപ്പുറത്തും GCC കൺട്രികളിലൊക്കെ ആയിട്ട് 58 ഇടങ്ങളിൽ GCC കൺട്രികളിലും ഇവിടുന്ന് പഠിച്ചു പോയ ആളുകൾ അത് അവിടെ തുടങ്ങിയ ഓരോ സെന്ററുകൾ തുടങ്ങിയാണ്. ഓൺലൈനിൽ വീഡിയോ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് 10,000 ആളുകൾ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. അത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് ഗ്രൂപ്പിൽ ചെയ്യുമ്പോഴാണ് അതിന്റെ എല്ലാ ഗുണം കിട്ടുള്ളൂ. സാറ് മുന്നേ മിലിറ്ററിയിലായിരുന്നു അല്ലേ? അതെ, ഞാനൊരു 20 വർഷം സർവീസ് ചെയ്തിട്ട് 2009 നാട്ടിൽ വന്നതാണ് ഡിസംബറിൽ. എവിടെ സ്ഥലം? അവിടെ തുറക്കൽ കൊണ്ടുപോയി. കൊണ്ടുള്ള ആരോഗ്യപരമായ ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. യോഗ പ്രാക്ടീസ് ചെയ്തു. പരമ്പരാഗത യോഗ 2010 തന്നെ എന്റെ നാട്ടിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ഷീറ്റും ക്ഷമയും സമയമൊക്കെ വേണം. പല ആളുകളും അതിന് മാറിപ്പോയി. അപ്പം അതിനൊരു 10-20 ആൾ കണ്ടിന്യൂ ചെയ്തിരുന്നു. എന്നാൽ കൂടി 2012 സിസ്റ്റം ഒന്ന് പുതിയ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങൾക്ക് ചെയ്യാൻ സൗകര്യപ്രദമായ രീതിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന് 2012 ജൂലൈയിൽ ഈ MEC7 എന്ന് പറഞ്ഞാൽ ഈ പുതിയ സിസ്റ്റം ഉണ്ടാക്കുന്നു. ഇതിന്റെ പ്രത്യേകത MEC7 എന്ന് പറഞ്ഞാൽ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. അവൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 7 കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് മൊഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എയറോബിക് എക്സസൈസ് വരുന്നുണ്ട്, സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട്, യോഗ എക്സസൈസ് വരുന്നുണ്ട്, ഡീപ് ബ്രീത്തിങ് വരുന്നുണ്ട്, അക്യുപ്രഷർ വരുന്നുണ്ട്, പിന്നെ മെഡിറ്റേഷൻ വരുന്നുണ്ട്, ഫേസ് മസാജ്. ഇങ്ങനെ 7 സെക്ഷനിൽ കൂടി 21 എക്സസൈസ് ആണ് നമ്മൾ ഈ 20 മിനിറ്റിനകത്ത് ചെയ്യുന്നത്. ഈ അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ എക്സസൈസ് കംപ്ലീറ്റ് ആവും. ഈ അരമണിക്കൂറിന്റെ പ്രത്യേകത ഈ അരമണിക്കൂറിനകത്ത് നിങ്ങൾ 21 എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബോഡിക്ക് 1750 പരം ബോഡി മൂവ്മെന്റ്സ് കിട്ടുന്നുണ്ട്. ഏറ്റവും ഭയങ്കരമായിട്ട് മൂവ്മെന്റ്സ്, എല്ലാ പാർട്സുകളും മൂവ്മെന്റ്സ് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ പ്രത്യേകത. ഏകദേശം ഈ ഇത്രയും മൂവ്മെന്റ്സ് നിങ്ങളുടെ ശരീരത്തിനകത്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രായം 70-80 ആയിട്ട്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ കാലിന്റെ പാദം മുതൽ നിങ്ങൾ എന്ത് ചെയ്യും ബലപ്പെടുത്തുകയാണ്. അപ്പൊ അതിനെ നിങ്ങളെ ബോൺസിനെയും മസിലുകളൊക്കെ ബലപ്പെടുത്തിയെടുക്കുന്ന സിസ്റ്റമാണ് ഇതിന്റെ തിയറി. അങ്ങനെ ഇതിനകത്ത് ഓക്സിജനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രായം 70-80, 90 ആയിട്ട്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ യുവത്വം കിട്ടിയ പോലെ റീജുവിനേറ്റ്, അതാണ് ഒരു പുനർജന്മം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്നത് രൂപകൽപ്പന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത് ഈ കൂട്ടായ്മ. അവർക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുന്നുണ്ട്. അവർ ഒറ്റപ്പെട്ടുന്ന ചിന്തയിൽ നിന്ന് ഈ കൂട്ടായ്മയ്ക്ക് വരുന്നവർ കൂടി അവരുടെ അസുഖങ്ങളൊക്കെ തന്നെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവരിപ്പോ വീണ്ടും എന്താ പറയാ അവരുടെ യൗവനത്തിലേക്ക് തിരിച്ചു വരുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ജീവിതശൈലി രോഗങ്ങൾ കംപ്ലീറ്റ് പാടെ മുക്തമാക്കാനും കൂടി ഇത് സഹായിക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് നമ്മൾ കടുങ്ങപുരത്ത. ഇതേപോലെ നമ്മൾ കേരളത്തിന് പല ഭാഗത്ത് യൂണിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇതേപോലെ തുടങ്ങണമെങ്കിൽ കടുങ്ങാപ്പുരത്തിന് അടുത്തുള്ള നിയർ സ്റ്റേഷൻ ഇപ്പൊ പെരിന്തൽമണ്ണ ഒരു വ്യക്തിയെ പഠിച്ച് അവരുടെ നാട്ടിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ കടുങ്ങാപ്പുരം വരെ പഠിക്കുക, ഒരാഴ്ച പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയും. പിന്നെ അവരുടെ സപ്പോർട്ടായിട്ട് ഇവിടെ ട്രെയിനേഴ്സ് പോയിട്ട് അവിടെ ട്രെയിനേഴ്സ് പോകും. എന്നിട്ട് അവർ അത് അവിടെ നിന്ന് പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ നാട്ടിൽ ആരാണ് ഇത് ഏറ്റെടുക്കുന്നത് അവർ തന്നെയാണ് അതിന്റെ പ്രചാരകരും, അത് തന്നെയാണ് അവർ തന്നെ അതിന്റെ ട്രെയിനേഴ്സും ചീഫ് ട്രെയിനേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ അവർ തന്നെ. അങ്ങനെയാണ് ഇത് വളർന്നു പോകുന്നത്. ഓരോ നാട്ടിലും ഏറ്റെടുക്കുക, അവരെ നടത്തും. അങ്ങനെയാണ് ഈ സിസ്റ്റം. എടുത്ത് പറയാൻ ഇതിന് ആരും ഫീസ് വാങ്ങുന്നില്ല. എല്ലാവരും സേവന മനോഭാവത്തോടെ കാണും. ആരും ഒരു 5 പൈസ ആയിടത്തും വാങ്ങുന്നില്ല. വേറെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ജാതി വർഗ ഭേദം തന്നെ ഇവിടെ എല്ലാവരും ഉണ്ട്. ജാതി വർഗ വർണ്ണ ഭേദമെന്നെയാണ് എല്ലാവരും ഇവിടെ സംഘടിക്കുന്നത്. എല്ലാവർക്കും അവനവന്റെ രാഷ്ട്രീയം ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗേറ്റിന് പുറത്താണ്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒരേ ഒരു മനസ്സോട് കൂടി ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് എല്ലാവരും പെരുമാറുന്നത്. കാലിന്റെ മുട്ടുവേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഈ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് കംപ്ലീറ്റ് മാറി.
എത്ര ദിവസം കൊണ്ടാണ് മാറിയിട്ടുള്ളത്? അതിപ്പോ ഞാൻ വന്ന് 2 ആഴ്ച ചെയ്തപ്പോ തന്നെ ചെറുതായിട്ട് മാറി. ഇപ്പൊ കംപ്ലീറ്റ് മാറി, തീരെ ഇല്ല. നല്ല ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലേ? നല്ല കുറെ കാലമായിട്ടുണ്ടോ കാൽമുട്ട് വേന? കുറച്ചായിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ട് തുടങ്ങിയതായിരുന്നു. ഈ നിലത്തിരുന്നാലൊക്കെ പൊങ്ങണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ മാറി. വേറൊരു മുഹമ്മദ് കാക്കയാണ്. നിങ്ങൾക്ക് എത്ര വയസ്സ്? എനിക്ക് 63. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ കാലങ്ങളായിട്ട് ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചെസ്റ്റിന് ഇങ്ങനെ ഒരു വേദന വന്നിട്ടുണ്ട്. അത് അബുദാബി മഫ്രഖ് ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്തു, അവർക്കൊന്നും ഒരു ഐഡിയ കിട്ടിയില്ല. ഇവിടെ വന്ന് കുറെ കാർഡിയോളജിസ്റ്റിനും ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. ഇതൊക്കെ ഇങ്ങനെ മരുന്ന് എഴുതാനുള്ള, പക്ഷെ എനിക്ക് അതിനൊരു റിലാക്സേഷൻ വന്നില്ല. ഇത് വന്നതിന് ശേഷം പിന്നെ എനിക്ക് ആ സംഭവം തന്നെ ഉണ്ടായി. പോയി കംപ്ലീറ്റ് പോയി. അതാണ് ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ട് പറയാനുള്ളത്. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. നമുക്ക് പിന്നെ ഈ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. സാധാരണ രാവിലെ FBS നോക്കും, അത് ചിലപ്പോൾ അങ്ങനെ, പക്ഷെ അതല്ല നോക്കേണ്ടത്. HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതാണ് നമ്മൾ ആവറേജ് നമ്മളെ ഷുഗറിന്റെ ലെവലിൽ നോക്കേണ്ടത്. അത് പിന്നെ 6ന്റെ മേലെ വരാൻ പാടില്ല. എനിക്ക് 7.7 ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 6ൽ വന്ന് നിൽക്കണം. അതായത് പിന്നെ 7.7 നിന്ന് നേരെ 6ലേക്ക് വന്നു. ഇയാൾക്ക് പിന്നെ ഇപ്പോട്ടാ വരാൻ പോകുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്റെ ഭാര്യന്റെ ഒരു വിഷയമുണ്ട്. അവള് രാവിലെ എണീക്കുമ്പോ എന്നും കുറെ കാലമായിട്ട് ഒരു തലവേദന എന്ന് പറയാൻ പറ്റില്ല, ഒരു തലക്ക് ഒരു അസ്വസ്ഥത, ഒരു തലവേദന മാറി ഒന്നും പിന്നെ ഒരു 10 മണിയാവുന്നേരം ഒരു അസ്വസ്ഥതയാണ്. അതിൽ നല്ലൊരു മാറ്റം അവൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. പിന്നെ വേറൊരു വിഷയം എന്നാൽ ഇതിപ്പോ അവള് പറഞ്ഞ വിഷയമാണ്, ഇത് നമുക്ക് കാണാനുള്ളൊരു വിഷയമാണ്. ഈ അവളുടെ മുഖത്ത് ഈ കരിമംഗലം എന്ന് പറഞ്ഞൊരു സാധനം പിന്നീട് ഡോക്ടേഴ്സിനെ ഞങ്ങൾ കാണിച്ചു, പക്ഷെ അതിനൊന്നും വലിയൊരു മാറ്റം വന്നില്ല. ഇപ്പൊ അവള് വന്നതിന് ശേഷം ഇപ്പൊ ഒരുപാട് മാഞ്ഞു പോയിട്ടുണ്ട്. ഈ ഫേസ് മസാജിന്റെ ഒരു പിന്നെ റിസൾട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കൂടെ ഞങ്ങൾ രണ്ടാളും തന്നെ അങ്ങോട്ട് വരും. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട്, അതിപ്പോ നമുക്ക് കാഴ്ചക്ക് കാണാവുന്ന റിസൾട്ട്, മറ്റേ നമ്മൾ പറയുന്നല്ലോ. ഇത് മുഖത്തേക്ക് നോക്കിയാൽ ശരിക്കും അതിന് മാറ്റം ശരിക്കും കാണും. എന്റെ പേര് ഉമറലി. പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പൊതുവെ ശരീരം വല്ലാതെ ഇളകാൻ പറ്റാത്ത ഒരാൾ. എന്നാൽ വീട്ടിൽ എക്സസൈസും കാര്യങ്ങളും ചെയ്തിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എക്സസൈസ് ഇവിടെ മാക്സിമം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 265 ആയിരുന്നു എന്റെ കൊളസ്ട്രോൾ 265. ആ കൊളസ്ട്രോൾ ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ 1.5 മാസം ഇപ്പൊ ഇവിടെ എക്സസൈസ് ചെയ്ത് 205ലേക്ക്. ഞാൻ ഒരു ഭക്ഷണത്തിൽ ഒരു പത്യമില്ല, കൺട്രോൾ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അടിപൊളി 205 എത്തി. അപ്പൊ ഇനിയും കുറഞ്ഞു വരും, ഇനിയും കുറയില്ല. അതുപോലെ എന്റെ വെയിറ്റ് 90 ആയിരുന്നു, അത് 87ലേക്കും വന്നു. ഒരുപാട് മാറ്റങ്ങൾ, നല്ല മാറ്റം. നമ്മുടെ ശരീരം അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫലം ഉണ്ട് എന്നുള്ള കാര്യം. അത് വെറും 1.5 മാസം. ജാഫർ വയസ്സ് എത്രയാണ്? 53. നമ്മൾ മെമ്മോ ടീമിലല്ലേ? എല്ലാ ക്ലാസ്സിലും പങ്കെടുത്തിനുള്ള മെമ്പോ അല്ലേ? നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞു. എനിക്ക് 4 പ്രശ്നങ്ങളുണ്ട്. തലവേദന ഉണ്ടായിരുന്നു, ഉരവേദന, കാലുവേദന, ഷുഗർ ഇപ്പൊ ചെക്ക് ചെയ്ത് ഫാസ്റ്റിങ്ങിന് 200 ഉണ്ടായിരുന്നു. 2 നേരം ഗുളിക കഴിച്ച് അത് 168 പിന്നെ ഒരു നേരം ആക്കിയത് 145 ആയി. ഇപ്പൊ മരുന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നോർന്ന് ഈ ക്ലാസ്സിന് വന്നോർന്ന് ഇങ്ങോട്ട് ഇപ്പൊ മരുന്നിന്റെ ആവശ്യമില്ല. ഇപ്പൊ 119 ഉള്ളൂ. അടിപൊളി. ഷുഗർ 119 ഉള്ളൂ. രണ്ടോടത്ത് ചെക്ക് ചെയ്ത് ഓരോരുത്തർ 119, ഓരോരുത്തർ 120. കാലുവേദന എനിക്ക് ആംഗിൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ വലത്ത് കാലം നിൽക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഒറ്റക്കാലം ബാലൻസ് ചെയ്യാനോ ഈ വലത്ത് കാലം നിൽക്കാന്. ഇപ്പൊ ആ വേദന മാറി. ഒരു പ്രശ്നമായിരുന്നു മൈഗ്രെയിന്. എന്തെങ്കിലും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ വഴുകെ മൈഗ്രെയിൻ ഇതുകൊണ്ട് പോയി. ഇപ്പൊ ഇതിന് ക്ലാസ്സിന് വന്നിട്ട് ഇങ്ങോട്ട് എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ കാര്യതൊക്കെ നമ്മളെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. മരുന്ന് കുടിക്കേ വേണ്ട, ഹോസ്പിറ്റൽ ചെലവ് വേണ്ട, ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും കുറച്ചിട്ട് ജിമ്മിനും പോകണ്ട, കാലത്ത് എണീക്കുക, നിസ്കരിക്കുക, വരിക, വ്യായാമം ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് വേറെ എന്ത് ഭാഗ്യം. നമ്മൾ നാട്ടുകാരുടെ ഇടയിൽ എല്ലാവരും പണി കൂടിക്കാണ്ട് വ്യായാമം ചെയ്യുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും അല്ലെ? അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ. ഫുഡ് കമ്മിറ്റി ഇല്ല? എത്ര ആൾക്കുള്ള ഫുഡ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടെന്ന്? 350 ആൾക്കാർക്ക്. എന്തൊക്കെ ഫുഡ് വരുന്നത്? ഇഡ്ഡലി ഉണ്ട്, വട ഉണ്ട്, സാമ്പാർ, പഴമുണ്ട്, എഗ് ഉണ്ട്, കോഴിമുട്ട ഉണ്ട്, ചട്നി ഒക്കെ ഉണ്ടല്ലോ, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, അയ്യോ ഇഡ്ഡലിയാണ്. നല്ല സൈസ് ഉണ്ടല്ലേ? വട നല്ല സൈസ് ഉണ്ടല്ലോ അല്ലേ? 1.5 വട. തോട് വരെ തൊളിച്ചു കൊടുക്കുകയാണ്. വളരെ ഈസിയാക്കി അഭിമാനമാണ്. ആരും മോശമായി പറയാൻ പാടില്ല. സാമ്പാർ സാമ്പാർ ഇതിൽ ഫുഡ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, എല്ലാരും ഉണ്ടല്ലേ?
എന്താ എല്ലാരും മുഖത്തൊരു തെളിച്ച ഇതിനു വേണ്ടി കാത്തിരിക്കുന്നില്ലേ? നല്ല അഭിപ്രായമാണ്. നല്ലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ള സന്തോഷം അതാണല്ലേ. അപ്പൊ ഇത് നമ്മുടെ സുഹൃത്ത് ഫിഹാബ് ഭായ്. ഞങ്ങൾ ഒരുമിച്ച് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് ജിമ്മ് പടപ്പറമ്പിൽ ഞങ്ങള് മൈഫിറ്റ് എന്ന് പറഞ്ഞ ജിമ്മിൽ ഞങ്ങള് മെയിനായിട്ട് നമ്മൾ പോകുന്നത് ജിമ്മിൽ എന്താ കാർഡിയാക്ക് ചെയ്യാൻ അല്ലെ, ശരീരത്തിന് മസിൽ പഠിപ്പിക്കാനല്ല ഞങ്ങൾ പോകുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു കിതപ്പും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷിയാബായി, ഞാനും ഷിയാബായി ഞങ്ങളൊക്കെ പാടെ പോകുന്നത്. പക്ഷേ നമ്മളുള്ള എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നല്ല ഈ കാർഡിയാക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നല്ല മാറ്റങ്ങളുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം വെച്ചാൽ ഈ രാവിലെ ഒരു 8 കിലോമീറ്റർ 5 കിലോമീറ്റർ റൺ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഡെയിലി ഒരാഴ്ചക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ വീട്ടിന് തൊട്ടടുത്ത് ഇതേപോലൊരു സംഭവം ഉണ്ടെങ്കിൽ എക്സ്പെൻസും വരുന്നില്ല. പിന്നെ ഷിയാബായി കോൺടാക്ട് ചെയ്ത് വിളിച്ചാട്ടെ എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മളെ കടുങ്ങപ്പുറത്ത് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷിയാബായി വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുത്തുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യാണ്. ഈ പ്രോഗ്രാമിനെ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ജമാൽ സാഹിബിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. നമ്മൾ ആരോഗ്യം നിലനിർത്തണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ഷോർട്ട് ബ്രേക്ക്. ബൈ.